ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ കർത്താവിനെ ഡിസിപ്ലിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിനോട് നിൻ്റെ പൈസയല്ല, അതെൻ്റെ പൈസയാണ്. ഫസ്റ്റ് പാർട്ട്. ഇനി അതിൻ്റെ അടുത്ത പാർട്ടുണ്ട്. അടുത്ത കർത്താവ് പറയാം, ഇത് എൻ്റെ പൈസയാണ്, നിൻ്റെ ഇഷ്ടത്തിന് അടിച്ചു പൊളിക്കാനുള്ളതല്ല, നിൻ്റെ തോന്നിവാസം ചെലവഴിക്കാൻ നിനക്ക് അനുവാദമില്ല. നമുക്കറിയാമല്ലോ, നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ പൈസ ഉണ്ടാക്കുന്നു, നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ട് നമ്മളതൊന്ന് മേടിക്കും. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ അനുവാദം അല്ല ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്കത് ഇഷ്ടം പോലെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ ഒരു ധാരണ. വചനം പറയുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവൻ ധാരാളം നമുക്ക് തരും. പക്ഷേ അത് ഈ വേണ്ടതും വേണ്ടാത്ത ആവശ്യവും അനാവശ്യവും തമ്മിൽ ആർഭാടവും തമ്മിൽ ഒത്തിരി വ്യത്യാസപ്പെടുന്നുണ്ട്. നമ്മുടെ കംഫോർട്ടിന് വേണ്ടിയെല്ലാം കർത്താവ് തരും. പക്ഷെ അതിനപ്പുറമായിട്ട് നമ്മളതിനെ മിസ്യൂസ് ചെയ്യുക, അത് നമ്മളതിനെ പരിശോധിച്ചാൽ നമ്മൾ പൈസ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷോപ്പിംഗ് എത്രത്തോളം ആവശ്യമുള്ളതാണ്, അതോ വെറുതെ ഒരു കൺമോഹം, നമ്മൾ കണ്ടിഷ്ടപ്പെട്ടു അത് സ്വന്തമാക്കി, അത് കൺമോഹമാണ്, ജഡത്തിൻ്റെ മോഹം, അതിന് വേണ്ടിയിട്ടാണ്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പലരും ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യം. പൈസ നമ്മളതിലുണ്ട്, പിന്നെ നമുക്ക് ചിലവാക്കുന്നത് എന്താ, അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനൊരു കാര്യം പറയാം, പൈസ നമ്മുടെ അല്ല, അത് കർത്താവ് നമ്മളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നതാണ്. വി ആർ ജസ്റ്റ് മാനേജേഴ്സ്. നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. വീണ്ടും പറയട്ടെ, അക്കൗണ്ട്സ് കർത്താവിന് നമ്മൾ കൊടുക്കേണ്ടി വരും. പലർക്കും അറിയാൻ പറ്റുന്ന കാര്യം, പലരും കാരണം ഇതിനെക്കുറിച്ച് ബോധ്യമില്ല. എനിക്ക് നേരത്തെ കർത്താവ് തന്നൊരു ബോധ്യമാണ്. ഞാൻ എന്നെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പഠിപ്പിച്ചതാണ്. ഞാൻ കുറേ അത് ഫോളോ ചെയ്താൽ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ചില സമയത്ത് നമ്മൾ അറിയത്തില്ല, അറിയാതെ നമ്മൾ ചെയ്തപ്പോഴാണ് വീണ്ടും കർത്താവിന് ഡിസിപ്ലിൻ ചെയ്യും. എന്നോട് ഇതെൻ്റെ സമ്പത്താണ്, ഞാൻ നിനക്ക് തന്നത്, എനിക്കതിനകത്തൊരു പേർപ്പസ് ഉണ്ട്, നീ എന്നോട് ചോദിക്കാതെ ചിലവാക്കി. എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ വേണ്ടെന്നൊന്നും പറയത്തില്ല. പക്ഷേ നീ അത് ചിലവാക്കാൻ പോകുമ്പോൾ നീ എന്നോടൊരു വാക്ക് ചോദിക്കണം. അതായത് ഇറ്റ്സ് യുവർ മണി, ക്യാൻ ഐ? ചോദിക്കാറുണ്ടോ? നമ്മുടെ പൈസ ഉണ്ട്, അത് നമ്മുടെ പൈസ നമ്മളുണ്ടാക്കി, അല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നു, അത് നമ്മൾ അടിച്ചു കൊടുക്കും. ആര് ചോദിക്കാൻ? നമ്മുടെ സകലത്തിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് കർത്താവിന് മുമ്പാകെ. ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്നും മാനസാന്തരപ്പെടുക. ഇനിയുള്ള കാലത്ത് പൈസ സൂക്ഷിച്ച് കർത്താവിനോട് ചോദിച്ചിട്ട്, നമുക്ക് നമ്മുടെ സന്തോഷമൊന്നും വേണ്ടെന്ന് വെക്കണം എന്നല്ല പറയുന്നത്. അങ്ങനെ വചനം പറയുന്നില്ല. നമ്മുടെ സന്തോഷത്തിന് വേണ്ടത് അവൻ സദാ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ആ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി അനുസരിച്ച് നമുക്കത് സ്പെൻഡ് ചെയ്യാം, അതിനകത്ത് ബുദ്ധിമുട്ട്. പക്ഷേ ഈ അനാവശ്യമായിട്ട് ഒട്ടും ശ്രദ്ധിക്കാതെ വെറുതെ പാഴാക്കി കളയുന്നൊരു കാര്യമുണ്ട്. അത് കർത്താവിന് ഇഷ്ടമല്ല. അതിന് കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഈ സമ്പത്തൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. അപ്പോൾ പലരും കുറ്റബോധം പറഞ്ഞിട്ട് കുറേ ചാരിറ്റി ചെയ്യും, ബാക്കി നമ്മളടിച്ചെന്ന് വിളിക്കും. അതല്ല ഉദ്ദേശിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വളരെ ശ്രദ്ധിച്ച് വേണോ വേണ്ട എന്ന്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഞാൻ സാറിൻ്റെ സലാല ചെല്ലുമ്പോൾ ഞാൻ കുറച്ച് ഷോപ്പിംഗ് നടത്തി, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിക്കും. ഈ പ്രാവശ്യം ഈ ഡിസിപ്ലിൻ നടന്നുകൊണ്ട് അതൊത്തിരി കൺട്രോൾ ചെയ്യും. ഓരോ സാധനം കണ്ട് ഇഷ്ടപ്പെട്ട എടുത്തിലും ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഒന്ന് ചോദിക്കും, പരിശുദ്ധാത്മാവേ ഇത് വേണം, ആവശ്യമുണ്ട്, തൽക്കാലം ആവശ്യം, അല്ലേ വേണ്ട, ഇപ്പം എന്തിനാ, അതുണ്ടല്ലോ എൻ്റെ ആവശ്യം. എനിക്കതൊരു സന്തോഷമായിരുന്നു. അല്ലാതെ എനിക്കൊരു പരാതിയൊന്നും വന്നില്ല. ഇതെന്തോ ഒന്നും മേടിക്കാൻ സമ്മതിക്കുകയില്ല, അങ്ങനെയല്ല. കാരണം കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെക്കാട്ട് നന്നായിട്ട് കർത്താവിന് എൻ്റെ ആവശ്യങ്ങൾ അറിയാം. അപ്പോൾ ഹീ ക്യാൻ പ്രൊവൈഡ്. പിന്നെ ഞാനെന്തിനാ പരാതിപ്പെടുന്നത്? എൻ്റെ പൈസ അല്ലതാണ്. ആദ്യമേ കർത്താവ് അതാ ക്ലിയർ ചെയ്ത് കേട്ടോ, ഇത് നിൻ്റെ പൈസയല്ല. എൻ്റെ പൈസ ഞാൻ ചിലവാക്കാൻ ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, ഇല്ലേ? അതുകൊണ്ട് കർത്താവ് ആദ്യമേ അടിസ്ഥാനം തന്നെ തിരുത്തി കളഞ്ഞു. ഇറ്റ്സ് നോട്ട് യുവർ മണി, ഇറ്റ്സ് മൈ മണി. അപ്പം മറ്റൊരാളുടെ സമ്പത്താണ് നമ്മൾ ഏൽപ്പിച്ചേക്കുന്നത്. അത് നമ്മൾ അതിൽ വിശ്വസ്ത കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് വലിയ കാര്യങ്ങൾ കർത്താവ് ഏൽപ്പിക്കുന്നത്? ഓർത്തോണം, ഈ നമ്മൾ ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിനിങ് വേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന് സമയത്തിൻ്റെ കാര്യം, അതിനകത്ത് വളരെ ഡിസിപ്ലിൻ വേണം. നമുക്ക് ചുമ്മാ തോന്നിവാസം കിടന്നുറങ്ങുക, തോന്നുമ്പോൾ പോവുക വരിക, അങ്ങനെയല്ല. എല്ലാ കാര്യത്തിലും നല്ല ചിട്ടയോടെ ഒരു ടൈം വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. രണ്ട്, നമുക്ക് ലഭിക്കുന്ന പൈസ. ഞാൻ പല വിശ്വാസികളെയും കണ്ടിട്ടുണ്ട്, ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ യാതൊരു മര്യാദയില്ല, വേണ്ടതും വേണ്ടാത്തതും എല്ലാം വാങ്ങിക്കൊണ്ടു, എന്നിട്ട് ഒത്തിരി അങ്ങ് വേസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഫുഡ് ഇത് അങ്ങനത്തെ സാധനങ്ങൾ.
അതിനുവേണ്ടി മേടിക്കുന്നത്, കാണുന്ന എല്ലാം മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒത്തിരി വാരി കളയും. ഡിസിപ്ലിൻഡ് അല്ല കേട്ടോ. കർത്താവ് ഇതെല്ലാം കണ്ടോണ്ടേ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ യാത്ര അത് തന്നെ പിന്നെ എനിക്ക് ഇതിനോട് ബോറൊന്നും അടിച്ചില്ല. ലോഞ്ചിൽ പോയി സമയം അവിടെ ചിലവഴിക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം ആദ്യത്തെ കുറച്ച് സമയത്തെ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ കർത്താവിൻ്റെ ഒരു പരാതിയും ഞാൻ പറഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞില്ല എന്തിനാ കളഞ്ഞതെന്ന് ചോദിച്ചു, അല്ലാതെ പരാതി ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വന്നല്ലോ എന്നൊന്നും ഞാൻ കുറുകുറുത്തില്ല കേട്ടോ. കാരണം എനിക്കറിയാം കർത്താവിന് ഇഷ്ടമല്ല കുറുകുറുക്കുന്നത്. കർത്താവ് ഒരു കാര്യം അനുവദിക്കുമ്പോൾ അതിൽ കൂടെ നമ്മൾ കടന്നു പോകാൻ അതല്ലേ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ആ തൽക്കാലം എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നും. പക്ഷേ അതിന് നമ്മൾ കർത്താവിനോട് ചോദിച്ചോളൂ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, നമ്മുടെ ബിയോണ്ട് നമ്മുടെ കൺട്രോളിൽ പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ ഓർത്തണം കർത്താവിന് വേണമെങ്കിൽ ചെയ്യാം, നിയന്ത്രിക്കാം. കർത്താവ് വിചാരിച്ച് എന്താ അസാധ്യമായിട്ടുള്ളത്? എത്ര ഫ്ലൈറ്റ് വേണം നിർത്താൻ കർത്താവ്. കാലാവസ്ഥയൊന്നും ഇത് ചെയ്താൽ പോലെ അത് ചെയ്യുന്നില്ല എങ്കിൽ ഓർത്തോണം തൽക്കാലം വേദനാജനം. പക്ഷേ നമ്മൾ എന്തോ കൺവിൻസ് ചെയ്യാറുണ്ട്, എവിടെയോ കറക്റ്റ് ചെയ്യാറുണ്ട്, ഡിസിപ്ലിൻ ചെയ്യാറുണ്ട്. ജസ്റ്റ് ബി അവൈലബിൾ. നമ്മൾ കർത്താവിൻ്റെ വി ബിലോങ് ടു ഹിം. നമുക്ക് ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും എൻ്റേതെന്നുള്ള പറയുന്നത്. നമ്മളും കർത്താവ് ഒന്നാണ്. ഹി ലവ്സ് അസ്. കർത്താവ്